പടച്ചമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് ഞാൻ. കമ്പ്യൂട്ടർ രംഗത്ത് ഞാൻ അഗാധമായ ജ്ഞാനവും പാണ്ഡിത്യവും സർട്ടിഫിക്കറ്റുകളും നേടിയാലും ശരി, എൻ്റെ സമയമെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടുന്നവനാണ് ഞാൻ. അവൻ്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ഏറ്റവും വലിയ ചോദ്യം സമയത്തെക്കുറിച്ച് ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒരടി മുമ്പോട്ട് വെക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും, ഓരോ പഠിതാവും, ഓരോ സ്ത്രീയും പുരുഷനും ചിന്തിക്കേണ്ടുന്നത് അതിൻ്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയം ഉപകാരത്തിന് വേണ്ടിയാണോ വൃത്തികേടുകൾക്ക് വേണ്ടിയാണോ? ഓരോന്നിനും ടിവിയുടെ മുമ്പിൽ ആവശ്യങ്ങളുള്ളതുണ്ട്, ഉപകാരമുള്ളതുണ്ടതിൽ. പക്ഷേ ഉപകാരമില്ലാത്തത് കാണാതിരിക്കാൻ, ഉപകാരമില്ലാത്തത് തുറക്കാതിരിക്കാൻ നമ്മളെ നിയന്ത്രിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. അള്ളാഹു കാണും, അവൻ ഈ സമയം ഞാൻ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്ന ബോധം, അള്ളാഹു കാണുമെന്നുള്ള ബോധമുള്ളിടത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഒരിക്കൽ ഒരു കോളേജിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യുന്നൊരു ഡ്രൈവർ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു പരിപാടിക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഈ പെൺകുട്ടികൾ ഈ വേഷത്തെക്കുറിച്ചൊന്ന് പറയണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ പറയാ, നിങ്ങളെ ഈ കോളേജിലേക്ക് വരുന്ന കുട്ടികളൊക്കെ മക്കനിട്ടിട്ട് വരുന്ന കുട്ടികളല്ലേ? അപ്പോൾ അദ്ദേഹം പറയാ, ആ മക്കന അത് നിങ്ങൾക്കറിയില്ല. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉമ്മാന്റെയും ബാപ്പാന്റെയും നോട്ടത്തിന്റെയും അറിവിന്റെയും പരിധി എത്തുന്നവരെയാണ് അവരുടെ മക്കന. അത് കഴിഞ്ഞ് അവരുടെ പരിധി വിട്ടു കഴിഞ്ഞാൽ, കോളേജ് ക്യാമ്പസിലെത്തിക്കഴിഞ്ഞാൽ അവർ ദൂരിയിട്ട് ബാഗിലൊക്കെയാണ്. അറിവെമ്പാട് നേടിയിട്ടുണ്ട്. ഉമ്മാക്കും ബാപ്പാക്കും അറിയാനുള്ള പരിധി എത്രയെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ പരിധി കഴിഞ്ഞാൽ അത് ഊരിയിട്ട് ബാഗിൽ വെക്കുകയാണ്. വീണ്ടും വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ബസ് കയറിയിട്ട് വീടെത്താൻ നേരത്താണ് ഇടുന്നത്. ഇത് ഞങ്ങളല്ലേ അറിയുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞെന്ന കാര്യം. അപ്പോൾ ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ എത്തുന്നിടത്തൊക്കെയും, ഞാൻ പോകുന്നിടത്തൊക്കെയും പടച്ചമ്പുരാൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധം, അത് ഇരുളിന്റെ മറവിൽ ആളുകൾ കാണാത്തിടത്ത് വെച്ചും തെറ്റ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ ഈ രക്ഷിതാവിനെ കുറിച്ചുള്ള ബോധം, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവനോട് മറുപടി പറയേണ്ടി വരും. എത്ര വലിയവളായിരുന്നാലും, എത്ര സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നാലും, എത്ര സൗന്ദര്യമുണ്ടായിരുന്നാലും, എത്ര കുലീനതയുണ്ടായിരുന്നാലും പടച്ചമ്പുരാന്റെ മുമ്പിൽ ഒരു സാധാരണക്കാരിയെ പോലെ, കൂലിപ്പണിക്കാരിയെ പോലെ ഞാനും ചെല്ലേണ്ടി വരും, അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഉണ്ടെങ്കിൽ ഏത് അറിവുകൾ സമ്പാദിച്ചാലും തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾക്ക് കഴിവ് നൽകും. ഇപ്പൊ ഈ അടുത്ത് ഒരു ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന്റെ ഉപരിപഠനത്തിന് പോയൊരു കുട്ടി, അവൻ പറഞ്ഞൊരു സത്യം, അവൻ ചെല്ലുമ്പോൾ തന്നെയുള്ള റാഗിങ് ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഈ റാഗിങ്ങിൽ ഇന്നിപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടല്ലോ, നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുന്നത് പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഇതിനൊക്കെ കൂട്ടിരിക്കാൻ കാരണം പടച്ചമ്പുരാനെ കുറിച്ചുള്ള ബോധമില്ലായ്മയല്ലേ? ഞാൻ ഈ ചെയ്യുന്നതിന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധമുണ്ടെങ്കിൽ ആര് തന്നെ തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചാലും തെറ്റിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഈ ഒരു ആൺകുട്ടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, അവൻ എത്തിപ്പെട്ട കോളേജ് എല്ലാ കുട്ടികളും അമുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല, അവര് കമ്പനി കൂടുമ്പോഴൊക്കെയും കുടി സ്ഥിരമാക്കിയ ആളുകൾ, അതിന് വിലക്കില്ലാത്ത ആളുകൾ. ഈ ഒരു കുട്ടി അവരുടെ മുമ്പിൽ കരഞ്ഞ് അവന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. അവസാനം അവരവനെ റാഗിങ്ങിൽ നിന്ന് ഒഴിച്ചുവിട്ടു. ഒന്നിനും പറ്റാത്ത ഒരു ദുർബലൻ എന്ന നിലക്ക് അവനെ റാഗ് ചെയ്യാതെ ഒഴിവാക്കി. അവന്റെ കരച്ചിൽ അവനെ രക്ഷപ്പെടുത്തി. അവൻ പറയാ, എന്റെ കണ്ണുനീരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ആ കള്ളു കുടിപ്പിക്കുക, നിലം നാവ് കൊണ്ട് നക്കി
മടക്കി തുടക്കുക, ഇതൊക്കെയാണ് റാഗിങ്ങിലെ പണികൾ. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എൻ്റെ കരച്ചിലാണ്. മാത്രമല്ല അവൻ പറയുന്നത് എൻ്റെ കണ്ണുനീര് മാത്രമല്ല, ഞാൻ എൻ്റെ ആത്മാർത്ഥമായ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന, പടച്ചോനെ ഇത്രയും വൃത്തികെട്ടതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. അവനെ കാണാൻ, അവനെ സഹായിക്കാൻ അല്ലാഹു അല്ലാതെ ഒരാളവിടെ ഇല്ല. ഒരു കൂട്ടുകാരില്ല, മാതാപിതാക്കളില്ല, കുടുംബക്കാരില്ല. ഇങ്ങ് കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ ഇങ്ങേ അറ്റത്തുനിന്ന് ബാംഗ്ലൂരിൽ കൊണ്ടയാക്കിയ ബാപ്പല്ലാത്തൊരു കുട്ടിക്ക് ആരുണ്ടാവാനോ സഹായത്തിന്? പടച്ചോൻ ഈ ആത്മാർത്ഥമായ പ്രാർത്ഥന പടച്ചമ്പുരാൻ കാണും, അവൻ കേൾക്കുമെന്നുള്ള ബോധം. ഇപ്പോ പിന്നീട് ഒരു മുസ്ലിം കുട്ടിയെ ബാപ്പ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടിയോട്, മോനെ നിന്നെ കണ്ടിട്ടാണ് ഞാൻ ഇവരെ ഇവിടെ ആക്കിയിട്ടോ, നീ നോക്കണട്ടോ. ആയിക്കോട്ടെ, എന്നാലവണ് നോക്കാം. പക്ഷേ അവന് ഈ പറഞ്ഞ പടച്ചമ്പുരാനെ കുറിച്ചുള്ള ബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അവൻ ഇവരോടൊപ്പം ചേർന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഈ നല്ലവനായ കുട്ടിയുടെ കൂടെ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഓതാനും ഒക്കെ പങ്കാളിയായിരുന്നു ഈ കുട്ടി. പക്ഷേ വൈകാതെ പിശാച് അവനെ കൊണ്ടുപോയി. ഈ വൃത്തികെട്ട ആളുകളുടെ ഈ കൂട്ടുകാരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ആ കുട്ടി കൂട്ടം ചേർന്നത്. അവൻ അവരോടൊപ്പം കൂടി തുടങ്ങിയിരിക്കുന്നു. നമസ്കാരം മറ്റു കർമ്മങ്ങളൊക്കെയും അവൻ ഒഴിവാക്കി. ഈ കുട്ടി അവൻ ഉപദേശിക്കുമ്പോ നീ നിന്റെ കാര്യം നോക്കിക്കോ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു വിടുകയാണ്. ആലോചിച്ചു നിങ്ങള് ഈ പടച്ചവനെ കുറിച്ചുള്ള ബോധം. ആ രക്ഷിതാക്കള് 40,000-ഉം 50,000-ഉം മുടക്കി ബാംഗ്ലൂരിൽ ഉന്നത പഠനത്തിന് കുട്ടി വലിയ എഞ്ചിനീയറായി വരണം എന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ഈ മാതാപിതാക്കൾക്ക് ആ കുട്ടി തിരിച്ചു നൽകുന്ന സമ്മാനം എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ബോധം എവിടെ എത്തിപ്പെട്ടാലും, ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും നാം നേടിയ ഈ ബോധം പടച്ചതമ്പുരാനുണ്ട് എന്നുള്ള ബോധം, അത് ഉണ്ടാക്കിയെടുക്കാൻ ഏറെ പ്രയാസമൊന്നുമില്ല. നമ്മളുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ. ഇപ്പോൾ ഇന്നലെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അവിടെ കണ്ടു ഒരു സ്ത്രീ, നമ്മളെപ്പോലൊരു സ്ത്രീ. അവരൊരു പുതു മുസ്ലിമാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അവർക്ക് വരാനുണ്ടായ സാഹചര്യം, അവരുടെ മാതാവ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. അതിൽ നിന്നുള്ള ഷോക്ക്, ആ ഷോക്ക് ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സന്ദർഭം കൊടുത്തു. അതിലൂടെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇപ്പോ നമ്മളെക്കാളൊക്കെ ഏറെ ഈമാനും തഖ്വയും ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമായി വരികയും ചെയ്തു. മാത്രമല്ല അവർ നേടിയ അറിവ് പ്രകടിപ്പിക്കുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അവരുടെ വീട്ടിൽ സ്ഥിരമായ ഖുർആൻ ക്ലാസുകൾ ഓരോരുത്തരെ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ദുനിയാവ് പരിമിതമാണ്, അപര്യാപ്തതകൾ നിറഞ്ഞതാണ് ഈ ദുനിയാവ്. ഇതിൽ എത്ര പണമുണ്ടായിരുന്നാലും ശരി, എത്ര സൗന്ദര്യമുണ്ടായിരുന്നാലും ശരി, എത്ര വലിയ ജോലി ഉണ്ടായിരുന്നാലും ശരി, എല്ലാവരും ഇവിടെ ജീവിച്ച് മരിക്കുന്നു. രോഗിയും രോഗമില്ലാത്തവനും, പണമുള്ളവനും പണമില്ലാത്തവനും, സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും ഇവിടെ ഒരേപോലെ ജീവിച്ച് മരിച്ചു മണ്ണടിച്ചു പോകുന്നു. ഇത് എന്തൊക്കെയോ അപര്യാപ്തതകള്, പോരായ്മകള്. ചില ആളുകൾ അങ്ങേയറ്റത്തെ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ച് ഇവിടെ ജീവിച്ചു മരിക്കുമ്പോ ചില ആളുകൾ രോഗികളായി കഷ്ടപ്പാട് അനുഭവിച്ച് ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും ജീവിച്ച് ഇവിടെ മണ്ണടിഞ്ഞു പോകുന്നു. ഇത് രണ്ടും തുല്യമാവുന്നില്ല, ഒരിക്കലും മതിയായ രൂപത്തിലാവുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധി വേണ്ടതില്ല. ഈ ദുനിയാവിന്റെ വില പരലോകത്തേക്കായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരാള് നിങ്ങളുടെ ഒരു വിരല് ഒരു സമുദ്രത്തില് മുക്കിയിട്ട് പുറത്തെടുത്ത് നോക്കുക, എത്ര തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ വിരലിൽ. സമുദ്രത്തിലെ വെള്ളത്തിലാണ് കൊണ്ടുപോയി മുക്കിയത്, എത്ര തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ട്? ഏകദേശം 1-2 തുള്ളി വെള്ളം ഉണ്ടാകും. ഇതാണ് ദുനിയാവിന് പരലോകമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള അനുപാതം, വില. ഇതിനു വേണ്ടി, ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ ഈ ദുനിയാവിലെ അറിവുകൾക്ക് വേണ്ടി, ഈ ദുനിയാവിലെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ശാശ്വതമായ സുന്ദരമായ സ്വർഗീയ സുഖങ്ങളും അനുഭൂതികളും വലിച്ചെറിയുന്നതിന് പകരം ദുനിയാവിന്റെ നശ്വരത മനസ്സിലാക്കി പരലോകത്തിന്റെ വില ഉൾക്കൊള്ളാനും അത് തിരിച്ചറിയാനും മെനക്കെടുക. ഒരിക്കല് ഈ പരലോകത്തിന്റെ പ്രസക്തി നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത്
കോളേജിലാണെങ്കിലും എവിടെ കേരളത്തിൻ്റെ അകത്തും പുറത്തും എത്തിപ്പെട്ടാലും സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം, നമ്മുടെ ഓരോ നീക്കങ്ങളും ഓരോ ചലനവും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവനോട് കണക്ക് പറയേണ്ടി വരുമെന്ന ബോധമുള്ളിടത്തോളം കാലം എവിടെ എത്തിപ്പെട്ടാലും നമ്മളുടെ ഈ അറിവ് നമുക്ക് വിപരീതമായി വർത്തിക്കാതിരിക്കാൻ സാധിക്കും. നാം എത്ര വലിയ അറിവ് നേടിയാലും നന്മയിലേക്ക് മാത്രം അറിവ് ഉപയോഗപ്പെടുത്താനും വൃത്തികേടുകൾ കാണുന്നിടത്ത് നിന്ന് കൂട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് പിന്തിരിഞ്ഞു പോരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ശരിയാവണ്ണമുള്ള പരലോക ബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുപയുക്തമായ അറിവ് ഈ എല്ലാവിധ അറിവിൻ്റെ മേഖലകളെയും നമ്മൾ പഠിച്ചെടുക്കുമ്പോഴും അവിടെയൊക്കെ കണ്ടെത്താൻ കഴിയേണ്ടത് സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധവും പരലോക ചിന്തയുമാണ്. അതിനുപയുക്തമായ രൂപത്തിൽ ഉള്ള അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കുക. ഇന്ന ഇലാ റബ്ബിക റുജ്അ. എത്ര വലിയവനായിരുന്നാലും മടങ്ങിച്ചെല്ലാനുള്ളത് പടച്ചതമ്പുരാന്റെ അടുത്തേക്കാണ്. ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അവിടെ വെച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കണക്ക് നാം നിങ്ങളെ ബോധ്യപ്പെടുത്തും. നേരത്തെ നിങ്ങളുടെ ആശംസ പ്രസംഗം നടത്തിയ കുട്ടി ബോധിപ്പിച്ചതുപോലെ സമൂഹം ഇന്ന് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും വേണ്ടാത്തരങ്ങൾക്കും പഴിചാരാറുള്ളത് സാഹചര്യങ്ങളെയാണ്. സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും പഴിചാരിക്കൊണ്ടാണ് സമൂഹം ഇന്ന് എല്ലാ വൃത്തികേടുകൾക്കും കാരണം ബോധിപ്പിക്കാറുള്ളത്. അതിന് വിപരീതമായി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ആ കുട്ടിയുടെ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിക്ക് സാഹചര്യങ്ങൾ മുഴുവൻ അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും പടച്ചമ്പുരാനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവൻ തെറ്റിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതും അവൻ നിർഭയനായി ജീവിക്കുന്നതും ഈ ചിന്ത അള്ളാഹു അവനോടൊപ്പമുണ്ട്, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന ബോധം. അതുകൊണ്ട് സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വന്തത്തിലേക്ക് ആഴത്തിൽ ചിന്തിക്കാനും സത്യം തിരിച്ചറിയാനും യഥാർത്ഥമായ അറിവുകൾ സമ്പാദിക്കാനും ആ അറിവിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിൽ മാതൃക വ്യക്തിത്വങ്ങളായി ജീവിക്കാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. യഥാർത്ഥ രൂപത്തിലുള്ള അറിവുകൾ സ്വായത്തമാക്കാനും അറിവിൻ്റെ വികലമായ വശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉപകാരപ്രദമായത് മാത്രം സ്വീകരിക്കാൻ